എന്നാ രസമല്ലേ മീനോട്. അയ്യോ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനും അഖിലും അമലും അഞ്ജനയുണ്ട്, റോഷുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പം അമൽ എവിടെ ട്രിപ്പ് പോയാലും താമസിച്ചേ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വളരെ ലേറ്റായി. 4 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. 4:30ക്കാണ് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമൽ വരാൻ താമസിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അഞ്ജന നല്ല വെടിച്ചിൽ പോലെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് ഉള്ള പരിപാടി കേട്ടോ. ഇപ്പം തന്നെ ഞങ്ങളൊരു ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. അൽ റൈഡർ ജയൻ നോക്കി, ജയൻ ഇവിടെ നോക്ക്. ഏ യൂട്യൂബിൽ വന്നടാ. എടാ ഫോർവേഡ് എടുക്കാൻ പറ അവരോട്. അവൻ ജയൻ ദേഷ്യം വന്നു. ജയ കൂൾ ജയ കൂൾ. സീറ്റ് വെച്ചോണ്ട. ഇതൊക്കെ എത്ര കെട്ടിരിക്കുന്നത് ഇല്ലല്ലേ. ഓക്കെ, ഇപ്പം 15 മിനിറ്റ് ഉള്ളിൽ ചെല്ലും തോന്നുന്നു എനിക്ക്. ഇതൊക്കെ തൃപ്തിയടി. ഭയങ്കര ഡോറ് തുറന്നതേ പുറത്ത് പിന്നെ ഞങ്ങൾ ചെറിയ കടമക്കുടി റൂട്ടിലോട്ടെത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റൂട്ടാണ് കേട്ടോ, ചെറിയൊരു സ്പേസേ ഉള്ളൂ. കാറും ഒക്കെ പോകണമെങ്കിൽ തന്നെ ഭയങ്കര ഇട കുറവാണ്. അപ്പം അഞ്ജനയുടെ റൈഡിങ് സ്കില്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു വ്യൂ ഉള്ള റോഡിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം 2 സൈഡിലും കണ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സൈഡിൽ കണ്ടമാണ്, അപ്പുറത്തെ സൈഡിലും കണ്ടം തന്നെയാണ് തോന്നുന്നത്. കാരണം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഞാൻ ആദ്യം ഓർത്ത് എന്തോ വെള്ളക്കെട്ടാണ്. ഇച്ചിരി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നെല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പം നെല്ല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടമാണ്. അപ്പം ഇത് ഫുള്ള് നെല്ലാണ്, പക്ഷേ ഒത്തിരി നിറച്ച് നെല്ല് നട്ടിട്ടില്ല. അവിടെ ഇവിടെ ആയിട്ടാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പം നല്ല രസമാണ്. പക്ഷേ വഴി ചെറിയൊരു വഴിയാട്ടോ, ഒരു വണ്ടി അങ്ങോട്ട് കഷ്ടിയേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത്യാവശ്യം സ്ഥലത്തെത്താറായിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇനിയിപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളോട് ഇവിടുന്ന് നടന്നു വരാനാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. അപ്പം പാലത്തെ വണ്ടി കയറാൻ ചാൻസ് കുറവാണ്. വണ്ടി കയറേണ്ട, ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നില്ലാണ് അവർ പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ. ചെറിയ കടമക്കുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നമുക്ക് ഈ ഒരു പാലം ഒരു കമ്പിയോട്ടുള്ളൊരു ഇച്ചിരി നീളത്തിലുള്ള പാലം. അപ്പം വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അപ്പുറം പാർക്ക് ചെയ്യാൻ ഇടയൊന്നും കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഇവിടെ നിർത്താൻ പറഞ്ഞത്. പിന്നെ വലിയ വണ്ടിക്കൊന്നും പോകാനും വലിയ ഇടയില്ല അവിടെ. മുമ്പ് ഒരു കാറ് കയറി പോകുന്നുണ്ടായിരുന്നു. അതെ, ഒരു കാറ് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി വേണമെങ്കിൽ കയറ്റിയൊക്കെ ചെയ്യാം. അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ ഇട കാണത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലത്തോട്ട് എത്തിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു കായലിലാണ് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, കയാക്കിങ് ചെയ്യാൻ പോണേ. അപ്പോൾ കയാക്കിങ്ങിന് ഒരാൾക്ക് 750 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. 2 പേര് തുഴയുന്നതാണെങ്കിൽ 1000 സംതിങ് എന്തോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവർ നമ്മളോട് സൺഗ്ലാസ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് വിളിച്ചപ്പോഴാണ് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവരണം, നിങ്ങൾ നനയുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് അങ്ങനെ ഒത്തിരി കരുതിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നനയുന്നത് എങ്ങനെയൊന്ന് കാണാം, എങ്ങനെ നനയാൻ വഴിയില്ലല്ലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താണ്, എങ്ങനെയാണ് ഇവർ നനയുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ ഒരു 4 മണിയാകുമ്പം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു 4:30 ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആൾക്കാരൊക്കെ പയ്യെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു കടയുള്ളതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങിക്കുമായിരുന്നു. നമുക്ക് ഇതിൻ്റെ പുറകിൽ റൂമുണ്ട്, ഡ്രസ്സൊക്കെ മാറ്റാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇട്ടുകൊണ്ട് വരുന്നതിൻ്റെ ഡ്രസ്സ് മാറ്റണമെങ്കിൽ അവിടെ തന്നെ മാറ്റാം. അപ്പം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പം തുഴഞ്ഞാൽ മതി. ചെരുപ്പും ഇടുന്നില്ല, ചെരുപ്പ് ഊരിയിട്ടാണ് കേട്ടോ എല്ലാവരും തുഴയുന്നത്. ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് എല്ലാവരും വടന്മാർ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് എല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇനി ഇൻസ്ട്രക്ഷനും പരിപാടിയൊക്കെയാണ്, എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെയുള്ള പരിപാടികളാണ്. നമ്മുടെ തലയുടെ പൊക്കത്ത് വെച്ചിട്ട് കൈ എപ്പോഴും 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുക.
ഓക്കെ, അധികം വൈഡാക്കി പിടിക്കരുത്, അധികം ഷോർട്ടായി പിടിക്കരുത്. ഷോൾഡർ കംഫോർട്ട് അതായിരിക്കും. പിന്നെ ഇവിടെ റൈറ്റിംഗ് ഉണ്ട്, സീ ഫ്ലോ എന്ന് ചെയ്തേക്കണം. ഇത് നമ്മളെ ഫേസ് ചെയ്ത് തന്നെ റീഡിംഗ് പൊസിഷനിൽ തന്നെ പിടിക്കാം. ഓക്കെ, നമ്മൾ ഫോർവേഡ് പോകുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം മാത്രം നമ്മൾ ഏത് സൈഡാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് പാഡൽ ചെയ്താൽ കയാക്ക് ലെഫ്റ്റിലേക്ക് വേണം, ലെഫ്റ്റ് സൈഡ് പാഡൽ ചെയ്താൽ കയാക്ക് റൈറ്റിലേക്ക് വേണം. അപ്പൊ ഇത് പോണതൊരു സിക്സാക് ടൈപ്പ് ആയിരിക്കും, ലെഫ്റ്റ് റൈറ്റ് അതേപോലെ. ഇൻ കേസ് എവിടെയെങ്കിലും തട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പാഡലിംഗ് ചെയ്യാം. ഇത് ക്ലോക്ക് വൈസ്, ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി, ആന്റി ക്ലോക്ക് വൈസ്. ഇതാണ് റിവേഴ്സ് പാഡലിംഗ്. ഓക്കെ, അപ്പം മാത്രം നമ്മൾ ഏത് സൈഡാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റൈറ്റ് ചെയ്താൽ കയാക്ക് റൈറ്റിലേക്ക് തന്നെ തിരിയുള്ളൂ, റിവേഴ്സ്. ലെഫ്റ്റ് ചെയ്താൽ കയാക്ക് ലെഫ്റ്റിലേക്ക് തന്നെ തിരിയുള്ളൂ. നിർത്തണമെങ്കിൽ രണ്ട് സൈഡും ഡിപ്പ് ചെയ്ത് കൊടുക്കുക, കയാക്കിന്റെ മൂവ്മെന്റ് സ്ലോ നിൽക്കും. ഇൻസ്ട്രക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കയാക്കിലോട്ട് കയറി നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എങ്ങനെ തൊഴിലെന്ന് എനിക്കറിയത്തില്ല. ഇരിക്കുമ്പോൾ വെള്ളത്തിൽ ഇരിക്കില്ല. വൈകുന്നീ മുങ്ങും. ഇത് 120 ഉണ്ട്. ആ ഡയറക്ഷനിൽ നമ്മളെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്നുവെച്ചാൽ അങ്ങോട്ടായിരുന്നെങ്കിൽ തിരിച്ചാണെങ്കിൽ എങ്ങനെ വൈകും? അത് മാക്സ് ആണ്. ഫൈനലി ഞാനിങ്ങനെ കായലിറങ്ങി. അപ്പം അഖിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് നേരെ പോകുന്നത്. അപ്പം അവിടെ തന്നെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തുഴഞ്ഞ് പഠിക്കുകയാണ്. ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകാമായിരുന്നത്. അപ്പം അവിടെ പായലൊക്കെ കയറിയിട്ട് ആ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഓപ്പൺ പ്ലേസിലോട്ടാണ് പോകുന്നത്. വ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഓൺ റിസ്ക്കിലാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്ന് അവർ പറഞ്ഞായിരുന്നു. എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും ഫോണൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ 2-3 പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫോൺ പോയാൽ കിട്ടത്തുമില്ല, ചെളിയാണ് അടിയിൽ. ഞങ്ങളെല്ലാവരും ആയി. അപ്പോൾ എല്ലാവരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം വലിയ ഓളമൊന്നുമില്ല, അത്യാവശ്യം ഒരു കാമായിട്ടാണ് വെള്ളം കിടക്കുന്നത്. അതുകൊണ്ട് സുഖമാണ്, താഴോട്ടാണ് ഫ്ലോ, അതുകൊണ്ട് പോകാൻ എളുപ്പമാണ്. തുഴയാനൊക്കെ സിമ്പിളാണ് കേട്ടോ, വലിയ പാടൊന്നുമില്ല. കാരണം ഇങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്തോടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഓപ്പണാണ്. ഇവിടെ ഇച്ചിരി ഈ ഓളം തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഓളം തള്ളുന്നതനുസരിച്ച് ചെറിയ കുലുക്കവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റോഷു ഇതേ അങ്ങേട്ട് നടുക്കൂടെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുള്ളൂ. എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു പേടിയും ടെൻഷനും ഉണ്ടായിരുന്നുള്ളൂ. അഞ്ജനം അല്ല വെടിച്ചിട്ട് പോലെ മുന്നിൽ പോയിട്ടുണ്ട്. അഖിലും അമലും ബാഗിലുണ്ട്. അത്യാവശ്യം കുറേ പേരുണ്ട് കേട്ടോ. ഒരു മദാമയുണ്ട് കേട്ടോ, പുള്ളിക്കാരി വെടിച്ചിൽ പോലെ മുന്നിൽ പോയിട്ടുണ്ട്. ഒരു 3 ഗൈഡും ഉണ്ട്. നമ്മുടെ മുന്നിലും ബാക്കി 2 പേരായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെല്ലുമ്പോൾ അറിയാം. ഇപ്പോൾ അത്യാവശ്യം മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് ചെറിയ ഓളം തള്ളാൻ തുടങ്ങിയിട്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വീഡിയോയിൽ. ഇത്ര നേരം കിടന്നവരല്ല. അപ്പം അങ്ങോട്ടാണ് ഒഴുക്ക്. എന്നാലും നമുക്ക് ഈ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാനും ഭയങ്കര പാടാണ്. നല്ല വെയിലും ഉണ്ട്. അപ്പം ഭയങ്കരമായിട്ടും വെള്ളം ഇനി കുലുങ്ങും. അല്ല, ബൈക്കിൽ നിന്നാണോ വെച്ചേക്കുന്നത്? മല പൊക്കാനോ? ഈ തുരുത്തിക്കൂടെ ഒക്കെ പോകുന്നത് പ്രതീക്ഷിച്ചാൽ വന്നത്. ഇത് ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് വ്യൂ ഒക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഈ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റിസ്കി ഷോട്ടാണ് കേട്ടോ. അഞ്ജനയുടെ എൻ്റെ ഫോൺ കൊടുത്ത് ഫോൺ റിസ്കിൽ കഷ്ടപ്പെട്ടെടുത്തൊരു ഫോട്ടോ കേട്ടോ ഇത്. നമ്മുടെ അഖിൽ ഭയങ്കര അഭ്യാസങ്ങളാണ് ഇവിടെ കിടന്ന്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ച്. അപ്പം എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തുഴയാനും കൂടെ ഭയങ്കര പാടാണ്. അപ്പം നല്ല രീതിയിൽ പാടാം കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഭയങ്കര മോശമായിരിക്കും. നിങ്ങൾ അതൊന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണാം, നല്ല രീതിയിൽ ഷെയ്ക്ക് ആകുന്നുണ്ട്. എല്ലാവരും ബാക്കിലാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ഫ്രണ്ടിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിട്ട് തിരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ഓളം അടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മീൻ ചാടിയല്ല. എന്ത് മീനാണ്? അയ്യോ, കിട്ടി കറച്ച് കിട്ടി. ഇതുണ്ട് കേട്ടോ. പറഞ്ഞാടി വെള്ളത്തെ കയറണം, പൊളിയായിരിക്കും.
അയ്യോ എടാ എന്റെ മുന്നിൽ കൂടെ ചാടി പോകുന്നത്. അതാ ഞാൻ പറയാം, ബോട്ടിനകത്തോട് ചാടി കയറുന്നത് എളുപ്പമുണ്ടായിരുന്നു. അത് സ്പീഡിൽ പോകുമ്പോണ്ടല്ലോ ഈ വള്ളം പോകുന്നുണ്ട്. ആ വള്ളത്തിനവിടെ നോക്കണം, ഏറ്റവും കൂടുതൽ വള്ളത്തിനവിടെയാണ് പോകുന്നത്. വള്ളം പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആടുന്നത്. അഞ്ചാടെ തുഴച്ചിട്ട് അവള് പഴയ മീൻകാരിയാണെന്ന് തോന്നുന്നു. ഓ ഈ വെള്ളത്തിൽ ചാടിയത് ഒരു ഗൈഡാണ് നമ്മുടെ. പുള്ളി വന്നേക്കുന്നത് സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങിലാണ്. ബാക്കി എല്ലാവരും കയാക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ. അതിന് 899 രൂപയാണ്. അതുകൊണ്ട് നമുക്ക് ഷാർക്കും അതിൽ വരാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല ഒഴുക്കാണ്. മേഘത്തിനകത്ത് കയറിയല്ലോ സൂര്യൻ. ഇവിടെ മരം പോകുന്നുണ്ടാ. ഒരു മരം പോകുന്നത്. ഉയ്യോ എന്താ നീ പറഞ്ഞ? മരത്തിന് പോറടിച്ചപ്പോ വെള്ളത്തിൽ ചാടിയതോ? സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഇരുട്ടൊക്കെ ആയ പോലെ ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കാണ് കേട്ടോ. ഇത്ര നാളും ഇല്ലാത്തൊരു ഒഴുക്കാണ് അവർ പറഞ്ഞത്. അടിപൊളി വ്യൂ അല്ലേ? അവിടെ സാധനം ഒഴുകി പോകുന്നുണ്ടോ? ശരിക്കും ഒരു ചീനവല കേട്ടോ. അത് ഒഴുകി പോകുന്നതല്ല, അവിടെ ഒഴുക്കായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒഴുകി പോകുന്ന. അത് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ആഞ്ഞു തുഴഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും മടുത്തെന്ന് പറഞ്ഞാൽ ഞാനത്ര മടുത്തില്ല, അവൾ ശരിക്കും മടുത്തിട്ടുണ്ട്. റോഷു ശരിക്കും മടുത്തിട്ടുണ്ട്. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഇനി തുഴയണം, അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇറങ്ങി പോകും. അപ്പം സൂര്യനൊക്കെ നല്ല റെഡ് കളറിലായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. തിരിച്ചിതിലല്ലടാ, വന്ന വഴി തന്നെ പോകണം, വന്ന വഴി തന്നെ പോകണം. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറം. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു തുരുത്തിക്കൂടുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ട് ഇത്ര അടിപൊളി ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കയ്യും കായലും കൂടെ റെഡ് കളറായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്നാ രസമല്ലേ? റോഷു ഓഹോയ് ഓഹോയ്. കയാക്കിങ്ങിൻ്റെ വൈൻഡപ്പിലോട്ടാണ്. കാരണം മണി 7 ഇരുട്ടാകാറായി. നമുക്ക് 7 അവിടെ ചെല്ലേണ്ടതാണ്. അപ്പം നന്നായിട്ട് ലേറ്റായി. ഇതേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് 7:30 ആയിട്ടുണ്ട്. അപ്പോൾ റോഷു ശരിക്കും മടുത്ത് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാവരും പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം തുഴയാനും നല്ല വ്യൂ ഒക്കെ ആസ്വദിക്കാനും വരുന്നവർ ഇച്ചിരി പാടുകൂടെയാണ്. അത് വിചാരിച്ചുകൊണ്ട് കയാക്കിങ്ങിന് പോകാനുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.